മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ റിലീസാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നില്ലേ? സിനിമ ഐമാക്സ് ഫോർമാറ്റിലും പുറത്തിറങ്ങുന്നുണ്ട് എന്നതായിരുന്നു ആ അനൗൺസ്മെന്റ്. ഇപ്പോൾ ഓൺലൈനിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ അവസാനിക്കുന്നതും എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ് എന്ന ടാഗോട് കൂടിയാണ്. നല്ലൊരു ഐമാക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും, അല്ലെ? എന്നാൽ സത്യത്തിൽ എന്താണ് ഈ ഐമാക്സ്? അതെങ്ങനെയാണ് മറ്റ് സ്ക്രീനിംഗ് ഫോർമാറ്റുകളിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? ഓൾസോ അതിൽ ടെക്നോളജി ആൻഡ് കോഡിംഗിന്റെ ഒഴിച്ചുകൂടാനാവാത്ത റോൾ എന്താണ്? നമുക്ക് നോക്കാം. ഐമാക്സ് സ്ക്രീനുകൾ സാധാരണ സ്ക്രീനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. 100 അടി വരെ വലിപ്പമുള്ള സ്ക്രീനുകൾ, 4K അല്ലെങ്കിൽ 8K റെസൊല്യൂഷൻ, ഇമേഴ്സീവ് ഓഡിയോ അതായത് 12 ചാനൽ സറൗണ്ട് സൗണ്ട് വിത്ത് AA സൗണ്ട് മാപ്പിംഗ് എന്നിവയൊക്കെയാണ് ഐമാക്സ് സ്ക്രീനുകളുടെ പ്രധാന പ്രത്യേകതകൾ. ആൻഡ് ഈ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ അവർ ഉപയോഗിക്കുന്ന പ്രധാന ടൂൾ എന്തായിരിക്കും? കോഡിംഗ് തന്നെ, അല്ലാതെ വേറെന്ത്? ഐമാക്സ് സിനിമകളിൽ ഹൈ ക്വാളിറ്റിയിൽ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കംപ്രഷൻ അൽഗോരിതങ്ങൾ, ഫ്രെയിമിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ്, 3D റെൻഡറിംഗ് എന്നിവയെല്ലാം ഹൈ ലെവൽ കോഡിംഗ് ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഐമാക്സ് ഫിലിമുകൾ എന്ന് പറയുമ്പോൾ ടെക്നിക്കലി വളരെ വലിയ ഫയലുകളാണ്. അതുകൊണ്ട് തന്നെ അവയെ പ്രോസസ് ചെയ്യാനും പ്രോജക്ട് ചെയ്യാനും ഒക്കെ പ്രത്യേക കോഡുകൾ ആവശ്യമാണ്. ആൻഡ് ഇവയിലെ കംപ്രഷൻ അൽഗോരിതങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡേറ്റാ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിർമ്മിച്ചവ തന്നെയാണ്. കൂടാതെ ഐമാക്സിലെ സൗണ്ട് ടെക്നോളജിയും ഒരു കോഡിംഗ് മാജിക് ആണ്. ഐമാക്സ് എൻഹാൻസ്ഡ് ഓഡിയോ സിസ്റ്റം ഡിജിറ്റൽ സൗണ്ട് എൻഹാൻസ്മെന്റ് വഴി ഒരു മികച്ച ഓഡിയോ എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. ഇതിനായി മെഷീൻ ലേണിംഗ്, ഓഡിയോ പ്രോസസിംഗ് അൽഗോരിതംസ് എന്നിവ ഉപയോഗിക്കുന്നു. പിന്നെ പഴയ സിനിമകളെ ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് പ്രോസസ് വഴി ഐമാക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പൈത്തൺ, C++ പോലെയുള്ള കോഡിംഗ് പ്രോഗ്രാമുകൾ തന്നെയാണ്. അങ്ങനെ ഐമാക്സും കോഡിംഗും തമ്മിലുള്ള ബന്ധം പറയാനാണെങ്കിൽ ഇനിയും ഏറെയുണ്ട്. നിങ്ങൾ ഒരു ഡെവലപ്പറോ UI/UX ഡിസൈനറോ ഡേറ്റാ സയന്റിസ്റ്റോ ഒക്കെ ആണെങ്കിൽ ഐമാക്സ് പോലെയുള്ള ഫീൽഡുകളിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാടാണ്. പ്രത്യേകിച്ച് AI, VR, AR തുടങ്ങിയ ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജികൾ സിനിമ വ്യൂവിംഗിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വ്യൂവർ എക്സ്പീരിയൻസിനനുസരിച്ച് റിയൽ ടൈമിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന AI എൻഹാൻസ്ഡ് സിനിമകൾ, വിർച്വൽ റിയാലിറ്റിയുടെയും ഐമാക്സിന്റെയും കോമ്പിനേഷനോട് കൂടിയ സൂപ്പർ ഇമ്മേഴ്സീവ് സിനിമ, NFT മൂവി ടിക്കറ്റ്സ് ആൻഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ, ഇതിലെല്ലാം കോഡിങ്ങിനുള്ള പങ്ക് വളരെ വലുതാണ്. സോ ഐമാക്സ് എന്നത് വെറും ഒരു സിനിമ അനുഭവം മാത്രമല്ല, അതൊരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ തന്നെയാണ്. അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കോഡിംഗ് തന്നെ. ആൻഡ് ടെക്, AI, കോഡിംഗ് എന്നിവയെ കുറിച്ച് കൂടുതൽ അറിയണോ? സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.